പലരുടെയും സംശയമാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നുള്ളത്. അതായത് ചൈനയെ ഇന്ത്യ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്ന സമയം ചൈനയ്ക്ക് മറ്റു പല രാജ്യങ്ങളുടെയും സഹായം ലഭിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിനെ കാക്കാനായി ആണവായുധം പേറി ഇന്ത്യയുടെ സബ്മറീനുകൾ സമുദ്രത്തിനടിയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ടാകും. ഈ അന്തർവാഹിനികൾക്ക് സമുദ്രത്തിനടിയിലൂടെ യാത്ര ചെയ്ത് ഏത് രാജ്യത്തെയും ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കാനാകും. കുറഞ്ഞത് 6000 കിലോമീറ്റർ റേഞ്ചുള്ള 48 ന്യൂക്ലിയർ മിസൈലായിരിക്കും ഒരേ സമയം ഇന്ത്യ പല ഭാഗത്തേക്ക് അയക്കുക. അതിനാൽ ഈ അന്തർവാഹിനികൾ ശത്രുക്കൾക്ക് വിതയ്ക്കുന്ന നാശം വളരെ വലുതായിരിക്കും. നിലവിൽ സേനയിലേക്ക് വരുന്ന ഈ അന്തർവാഹിനികൾ ന്യൂക്ലിയർ സബ്മറൈനുകളായിരിക്കും. അതിനാൽ തന്നെ ഇന്ധനം നിറയ്ക്കാതെ ലോകം ചുറ്റി ആരുടെയും കണ്ണിൽപ്പെടാതെ തിരിച്ചു വരാൻ ഇവയ്ക്ക് സാധിക്കും. ന്യൂക്ലിയർ സബ്മറൈനുകൾ സൂപ്പർ സൈലന്റ് സബ്മറൈനുകളാണ് എന്നതിനാൽ തന്നെ റഡാറുകൾ ഉപയോഗിച്ച് ഇവയെ കണ്ടുപിടിക്കുക എന്നതും വളരെ ബുദ്ധിമുട്ടാണ്. അതിനാലാണ് ഇവയ്ക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. SLBM K6 മിസൈലിന്റെയും ന്യൂക്ലിയർ സബ്മറൈന്റെയും കോമ്പിനേഷൻ ഇന്ത്യ നിർമ്മിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയിൽ ലോകത്തെ തന്നെ അതിശക്തനായി മാറും നമ്മുടെ ഇന്ത്യ.